സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റിലെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ പല ഓപ്ഷൻസ് കണ്ടു. അതായത് സിമ്പിൾ ഇഫ്, ഇഫ് എൽസ്, എൽസ് ഇഫ് ലാഡർ, നെസ്റ്റഡ് ഇഫ് എല്ലാം കണ്ടു. അപ്പോൾ ഇഫ് വെച്ചിട്ട്, ഇഫ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് എല്ലാം നടക്കും. എന്നാലും നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ ഉണ്ട് സിയിൽ. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ മൾട്ടി വേ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്. മൾട്ടി വേ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടാവും. അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ, അല്ല ഒരു ബ്രാഞ്ച് മാത്രം നമുക്ക് ഓപ്റ്റ് ചെയ്യണം. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഗ്രേഡ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാം. അത് പെർസെൻറ്റേജ് വെച്ചിട്ടോ മാർക്ക് വെച്ചിട്ടോ ഒക്കെ ആയിരിക്കാം ഗ്രേഡ്. അപ്പോൾ മാർക്ക് വെച്ചിട്ടാണ് ഗ്രേഡ് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ മാർക്ക് വെച്ചിട്ട് ഗ്രേഡ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഗ്രേഡ് കാണാനൊരു ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും. മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണെങ്കിൽ ഗ്രേഡ് എസ് എ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണെങ്കിൽ ഗ്രേഡ് എസ് ബി. ഇനി അതും അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണെങ്കിൽ ഗ്രേഡ് സി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും ഗ്രേഡ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ആ കേസിൽ നമുക്ക് നോക്കാം. നമുക്ക് ഒരു മാർക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. ഗ്രേഡ് എ, ബി, സി അങ്ങനെയുള്ള കാറ്റഗറീസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലേ ആ മാർക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഡിസിഷൻസ് ഉണ്ട് അവിടെ. അതായത് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ആയിരിക്കും ട്രൂ ആവുക. ഇത് ആദ്യം നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണോ നോക്കി. അതല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് നോക്കുള്ളൂ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണോ നോക്കുള്ളൂ. അപ്പോൾ ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ 90 എന്നുള്ള കാറ്റഗറിയിലായിരിക്കും വരിക, അല്ലെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 80 എന്നുള്ള കാറ്റഗറി ആയിരിക്കും. അതും അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 60 എന്നുള്ള കാറ്റഗറി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലാണ് ആ മാർക്ക് വരിക. ആ കാറ്റഗറിയിൽ വന്നാൽ ചെയ്യേണ്ട ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക പ്രോഗ്രാം എക്സിക്യൂഷനിൽ. അതായത് നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസിഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രം ട്രൂ ആയിരിക്കും. അതിനനുസരിച്ചിട്ടുള്ളൊരു ബ്രാഞ്ച് ആയിരിക്കും നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എൽസ് ഇഫ് ലാഡർ ആണ്. അതായത് ഫസ്റ്റ് ഇഫ് മാർക്ക് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 അത് നോക്കും. പിന്നെ നമ്മൾ എന്തെഴുതും, അപ്പോൾ ആദ്യം ഒരു ഇഫ് എഴുതും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു എൽസ് ഇഫ് എന്ന് പറഞ്ഞിട്ട് അടുത്ത കണ്ടീഷൻ എഴുതും. അതും ഫോൾസ് ആണെങ്കിൽ വീണ്ടും ഒരു എൽസ് ഇഫ് എഴുതും. ഇങ്ങനെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്തിട്ടുള്ളത് എൽസ് ഇഫ് ലാഡർ വെച്ചിട്ട്. അപ്പം നമുക്കിപ്പോൾ ഒരു 10ഓ 20ഓ കണ്ടീഷൻസ് ഉണ്ട് അങ്ങനെ വിചാരിക്കാം. അതായത് 10ഓ 20ഓ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് മാത്രമേ നമുക്ക് എടുക്കേണ്ടി വരുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ എൽസ് ഇഫ് എന്ന് പറഞ്ഞിട്ട് പോയി ഒരു വലിയ ലെങ്തി പ്രോഗ്രാമും ആയിരിക്കും. അത് മാനേജ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ എൽസ് ഇഫ് എഴുതുന്ന സമയത്ത് നമുക്കറിയാം, ഒരു എൽസിന്റെ അകത്തേക്ക് ഇത്തിരി കയറ്റിയിട്ടായിരിക്കും അടുത്ത എൽസ് ഇഫ് എഴുതുക. നമുക്ക് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കോഡ് നമുക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് മാത്രം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉള്ളത്. അതായത് എൽസ് ഇഫ് ലാഡർ വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ചെയ്യുക. പക്ഷേ കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും. അത് മൾട്ടി വേ ഡിസിഷന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ കുറച്ചും കൂടെ സിമ്പിളായിട്ട് മൾട്ടി വേ ഡിസിഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ സിൻടാക്സ് എന്താണെന്ന് നോക്കാം. സ്വിച്ച് എന്നുള്ള കീവേഡാണ് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത്. സ്മോൾ ലെറ്ററിൽ സ്വിച്ച്, അത് കഴിഞ്ഞിട്ട് ഒരു പാരന്തസിസിനകത്ത് നമ്മൾ ഒരു എക്സ്പ്രഷൻ എഴുതും. ഈ എക്സ്പ്രഷനാണ് നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ. പക്ഷെ നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെന്റിലൊക്കെ എഴുതുന്ന പോലെ നമ്മൾ ഒരു ഇഫിൽ നമ്മൾ എന്താ എഴുതുക, ഒരു റിലേഷണൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ അങ്ങനെയൊക്കെ ആയിരുന്നു ഇഫിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ എക്സ്പ്രഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് എക്സ്പ്രഷൻ ഷുഡ് ഇവാലുവേറ്റ് ടു ആൻ ഇൻറ്റീജർ വാല്യൂ. അതായത് ഈ എക്സ്പ്രഷന്റെ റിസൾട്ട് ഒരു ഇൻറ്റീജർ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു എക്സ്പ്രഷനാണ് നമ്മൾ അവിടെ കൊടുക്കുക. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കംപ്ലീറ്റ് സിൻടാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യൂസ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അവിടെ ഇൻറ്റീജർ വരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻറ്റീജർ വാല്യൂ വരുന്ന ഒരു എക്സ്പ്രഷനാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പോൾ നമുക്കൊരു എക്സ്പ്രഷൻ ഇൻറ്റീജർ വാല്യൂ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു എക്സ്പ്രഷൻ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇൻറ്റീജർ വേരിയബിൾ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വാല്യൂ ഇൻറ്റീജർ ആണ്. ഇല്ലെങ്കിൽ നമുക്കൊരു ക്യാരക്ടർ വേരിയബിളും അവിടെ കൊടുക്കാം. കാരണം ക്യാരക്ടറിനും നമുക്കറിയാം ഒരു കറസ്പോണ്ടിങ് ഇൻറ്റീജർ വാല്യൂ ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ കൊടുക്കാവുന്നത് ഒരു എക്സ്പ്രഷനാണ്, അതിൻ്റെ വാല്യൂ ഇൻറ്റീജർ ആയിരിക്കണം. ഇല്ലെങ്കിൽ ഒരു ഇൻറ്റീജർ വേരിയബിൾ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വേരിയബിൾ കൊടുക്കാം. എല്ലാം ഇൻറ്റീജർ എക്സ്പ്രഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി അതിനുശേഷം ഒരു കേളി ബ്രേസ് നമ്മൾ ഓപ്പൺ ചെയ്യും. ഈ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് കേളി ബ്രേസ് ആണ് നമ്മുടെ സ്വിച്ചിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതിനകത്താണ് നമ്മുടെ കംപ്ലീറ്റ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ ഓപ്പറേഷൻസ് വരും. ഇനി ഇതിനകത്ത് നമുക്കുള്ളത് കുറേ കേസ് വാല്യൂ പെയേഴ്സ് ഉണ്ട്. കേസ് വാല്യൂ എന്നുണ്ട്. ഇവിടെ കേസ് വാല്യൂ 1, ദെൻ കേസ് വാല്യൂ 2 ഉണ്ട്. അങ്ങനെ n കേസസ് വരാം.
അപ്പോൾ കുറേ കേസസ് ആണ് നമുക്കുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു കേസ് മാത്രമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ കേസ് എന്താണെന്ന് നോക്കാം. കേസ് സ്പേസ് ഇവിടെ ഒരു വാല്യൂ 1 എന്ന് ഞാൻ ആ വാല്യൂവിന് കൊടുത്തിരിക്കുന്ന പേരാണ്. ദെൻ കോളൻ. നമുക്കറിയാം സിയിലെ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും സെമി കോളൻ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുക. എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ സെമി കോളനിലായിരിക്കും എൻഡ് ചെയ്യുക. ഇവിടെ നമ്മൾ കോളൻ ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല, എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ് അല്ല, ഇതൊരു ലേബലാണ്. ലേബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ലേബൽ എന്തിനാണ് യൂസ് ചെയ്യുക? ലേബൽ എന്തിനെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ, എന്തിനെങ്കിലും ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ലേബൽ കൊടുക്കുക, ഒരു പേരൊക്കെ കൊടുക്കണ പോലെ. അപ്പം നമ്മുടെ ഈ ഒരു ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഈ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലേബൽ, കേസ് വാല്യൂ 1 എന്ന് പറഞ്ഞിട്ട് ലേബൽ. അതുപോലെ ബ്ലോക്ക് 2 എന്ന് പറഞ്ഞ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ ലേബൽ ചെയ്യാനാണ് കേസ് വാല്യൂ 2 എന്ന് പറഞ്ഞിരിക്കുന്ന ലേബൽ. അങ്ങനെ കുറേ ലേബൽസ് ഉണ്ട്. ആ ലേബൽസിൻ്റെയൊക്കെ നമ്മൾ സ്വിച്ചിൻ്റെ കേസസ് എന്നാണ് പറയുക. കാരണം കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് വെച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ n കേസസ് ഉണ്ടാവും. അപ്പോൾ ഈ കേസസ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, എല്ലാ കേസും എൻഡ് ചെയ്യേണ്ടത് കോളനിലാണ്. പിന്നെ കേസ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് വേണം. സ്പേസ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വാല്യൂ എഴുതും. അതിനെയാണ് നമ്മൾ വാല്യൂ 1, വാല്യൂ 2, അങ്ങനെ വാല്യൂ n വരെയുള്ള കേസസ് ഉണ്ടെന്ന് പറഞ്ഞത്. ഈ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. അതിനിപ്പോൾ ഒരു ഇൻറ്റീജർ വേരിയബിൾ ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ അവസാനം കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻറ്റീജർ ആയിരിക്കണം. പിന്നെ യുണീക്ക് ആയിരിക്കണം. അതായത് ഇവിടെ കേസ് 1, കേസ് 2 അങ്ങനെ നമുക്ക് എഴുതാം. പിന്നെ ഒരിക്കൽ നമ്മൾ കേസ് 1 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെയെങ്കിലും നമുക്ക് കേസ് 1 എന്ന് തന്നെ എഴുതാൻ പറ്റില്ല. അത് യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ കേസ് നമ്മൾ ഇപ്പം എങ്ങനെയാണ് എഴുതുകയെന്ന് വെച്ചാൽ, ഇവിടെ ഒരു കേസ് 1 കോളൻ, അതായത് കേസ്, അത് കഴിഞ്ഞിട്ട് സ്പേസ്, പിന്നെ ഒരു വാല്യൂ. ഈ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. അല്ലെങ്കിൽ ഒരു ഇൻറ്റീജർ കോൺസ്റ്റന്റ് ആണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻറ്റീജർ വേരിയബിൾ യൂസ് ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റ് ഒക്കെ യൂസ് ചെയ്യാം. കാരണം അതിനൊരു ഇൻറ്റീജർ വാല്യൂ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കാര്യം. പക്ഷെ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറ് ഇൻറ്റീജർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ കേസ് സ്പേസ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കോളൻ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. സാധാരണ നമ്മൾ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഇഫിനകത്തൊക്കെ പറഞ്ഞിരുന്നത്, അപ്പോൾ ട്രൂ ബ്ലോക്ക്, ഫോൾസ് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ സമയത്ത് കേളി ബ്രേസിനകത്തായിരുന്നു ഇട്ടിരുന്നത്. ഇവിടെ കേളി ബ്രേസ് ഒന്നുമില്ല, കുറേ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളൊരു ബ്രേക്ക് എഴുതും. ഈ ബ്രേക്ക് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടു ബ്രേക്ക് ഔട്ട് ഓഫ് സ്വിച്ച്. അതായത് നമ്മുടെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈ കേളി ബ്രേസ് ക്ലോസ് ചെയ്യുന്നത് വരെയാണ്. ഒരു ബ്രേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു ബ്രേക്ക് കാണുന്ന സമയത്ത് കൺട്രോൾ വരിക ഈ കേളി ബ്രേസിന് താഴേക്കാണ്. ഇതിന് കേളി ബ്രേസിന് താഴെയുള്ള സ്റ്റേറ്റ്മെന്റിന് ഞാൻ സ്റ്റേറ്റ്മെന്റ് എക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എവിടെയാണോ ബ്രേക്ക് കാണുന്നത് അവിടുന്ന് കൺട്രോൾ സ്വിച്ചിന് പുറത്തേക്ക് വരും. സ്വിച്ചിന്റെ താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് എവിടെയാണ് എന്താണോ അതാണ് അടുത്തത് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ബ്രേക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. പക്ഷെ നമ്മൾ എന്തായാലും ബ്രേക്ക് എഴുതണം. എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് വരില്ല. അടുത്ത് ബ്ലോക്ക് 2, ബ്ലോക്ക് 3 എന്ന് പറഞ്ഞാൽ എല്ലാം എക്സിക്യൂട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്തായാലും ബ്രേക്ക് എഴുതണം. ഇനി നിങ്ങൾ ബ്രേക്ക് എഴുതാൻ വിട്ടുപോയാലും കമ്പൈലർ എറർ ഒന്നും കാണിക്കില്ല, കാരണം അത് ഓപ്ഷണലാണ്. അപ്പോൾ ഇവിടെ കേസ് 1 എന്ന് എഴുതിയ എക്സാമ്പിൾ പറയുകയാണ്. കേസ് 1 കുറേ വാല്യൂസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കുറേ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്രേക്ക് എഴുതും. ബ്രേക്ക് കഴിഞ്ഞിട്ട് സെമി കോളൻ ഉണ്ട്, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, അടുത്ത കേസ് വരും, കേസ് സ്പേസ് 2 കോളൻ, വീണ്ടും കുറേ സ്റ്റേറ്റ്മെന്റ്സ്, ബ്രേക്ക്. ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇൻറ്റീജർ വാല്യൂ കിട്ടും. ആ ഇൻറ്റീജർ വാല്യൂ ഓരോ കേസിന്റെ വാല്യൂ ആയിട്ട് മാച്ച് ചെയ്ത് നോക്കും. എവിടെയെങ്കിലും ഒരു മാച്ച് ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ താഴെയുള്ള ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 2 ആണെന്ന് ഇരിക്കാം. ഈ എക്സ്പ്രഷന്റെ വാല്യൂ 2 ആണെങ്കിൽ ആദ്യം ഫസ്റ്റ് കേസിൽ വന്ന് നോക്കും. കേസ് ഇവിടുത്തെ വാല്യൂ 2 ആണ് നോക്കും. ഇവിടെ എഴുതിയിരിക്കുന്ന കേസ് ഇപ്പോൾ നമ്മൾ കേസ് 1, കേസ് 2 ഇതാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എഴുതിയത്. ഇപ്പോൾ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ 2 കിട്ടി. ഇവിടെ ഒന്ന് നോക്കി, ഈ വാല്യൂ എടുത്ത് 1 ആണ്. 1 2 ആയിട്ട് മാച്ച് ചെയ്യില്ല. അപ്പോൾ അടുത്ത കേസിൽ വന്നു, ഇവിടെ വന്നപ്പോൾ ഇത് 2 ആണ്. അപ്പോൾ ഈ 2 എന്ന് പറഞ്ഞത് നമുക്ക് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂയും 2 ആണ്. അതുകൊണ്ട് എന്താ മനസ്സിലാവുക, ഇതിന്റെ താഴേക്കുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന്റെ താഴേക്കുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ബ്രേക്ക് കാണുന്ന സമയത്ത് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യും, നേരെ സ്വിച്ചിന്റെ താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോകും. അപ്പോൾ എക്സ്പ്രഷന്റെ വാല്യൂ 2 ആണെങ്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇങ്ങനെ നമുക്ക് n നമ്പർ ഓഫ് കേസസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഉണ്ട്. ഇതിൽ നമുക്ക് എക്സ്പ്രഷന്റെ വാല്യൂ മാച്ചിങ് ആയിട്ട് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സപ്പോസ് 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് അത്രയും കേസ് എഴുതി വരിക. കേസ് 1, കേസ് 2, കേസ് 3 അങ്ങനെ കേസ് 5 വരെയുള്ള കേസസ് നമ്മൾ എഴുതി. ഇനി നമ്മുടെ എക്സ്പ്രഷന്റെ അതിന്റെ മീനിങ് എക്സ്പ്രഷന്റെ വാല്യൂ 1 ആണെങ്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യണം, 2 ആണെങ്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യണം, അങ്ങനെ 5 വരെയുള്ളത് നമ്മൾ എഴുതി.
ഇനി നമ്മൾ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 9 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 1 മുതൽ 5 വരെയുള്ള കേസസ് ഒന്നുമല്ല ചെയ്യേണ്ടത്, വേറെ എന്തോ ആണ് ചെയ്യേണ്ടത്. അതെന്താന്നുള്ളതാണ് നമ്മളിവിടെ ഡീഫോൾട്ടിൽ എഴുതുക. അതായത് മാച്ച് ഒന്നും ഫൈൻഡ് ചെയ്തില്ല, ഒരു കേസുമായിട്ട് എക്സ്പ്രഷന്റെ വാല്യൂ മാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഡീഫോൾട്ട് കോളൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ എഴുതുക. അവിടെ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതും, അതിനെ ഞാൻ ഡീഫോൾട്ട് ബ്ലോക്ക് എന്നൊരു പേരിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു ബ്രേക്ക്. ഇവിടെ ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ബ്ലോക്ക് ആയിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ട് ഇവിടെ ബ്രേക്ക് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ആവശ്യമില്ല. അതിന്റെ സിൻടാക്സിൽ മിക്കവാറും ടെക്സ്റ്റിലൊക്കെ ബ്രേക്ക് എന്ന് പറയുന്നുള്ളതുകൊണ്ടാണ് ഞാനിവിടെ ബ്രേക്ക് എഴുതിയത്. ഇവിടെ ബ്രേക്ക് എഴുതിയാലും എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിലും പിന്നെ വരിക ഈ സ്റ്റേറ്റ്മെന്റിലേക്ക്, കാരണം ഇതിന്റെ താഴെ വേറെ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നുമില്ല. ഇതാണ് സ്വിച്ചിന്റെ സിൻടാക്സ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് പാരന്തസിസിനകത്ത് ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും, അതൊരു ഇൻഡിജർ എക്സ്പ്രഷൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് കേളി ബ്രേസിനകത്താണ് സ്വിച്ചിന്റെ ഡിഫറെന്റ് കേസസ് എഴുതുക. അപ്പോൾ ഇതിന് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്നും സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ കേസ് എന്ന് പറഞ്ഞിട്ട് കുറേ ലേബൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഈ ലേബൽസ് വെച്ചിട്ടാണ് എക്സ്പ്രഷന്റെ വാല്യൂ നമ്മൾ മാച്ച് ചെയ്ത് നോക്കുക. അതായത് കേസ് സ്പേസ് നമ്മളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടാവും, ദാറ്റ് വാല്യൂ ഈക്വൽ ടു ദി വാല്യൂ ഓഫ് എക്സ്പ്രഷൻ ആണെങ്കിൽ ദി സ്റ്റേറ്റ്മെന്റ്സ് ബിലോ ദാറ്റ് ലേബൽ വിൽ ബി എക്സിക്യൂട്ടഡ്. അപ്പോൾ ആദ്യം ചെയ്യുക, എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും, ഒരു വാല്യൂ കണ്ടുപിടിക്കും, ആ വാല്യൂ ഓരോ കേസുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. ഏത് കേസിലാണോ മാച്ച് ഫൈൻഡ് ചെയ്യാൻ പറ്റിയത് അതിന് താഴേക്കുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് താഴേക്കുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് താഴേക്കുള്ളത് മുഴുവൻ എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ വരെ ഈ ബ്രേക്ക് വരെയുള്ളതെല്ലാം എക്സിക്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എവിടെയാണോ ക്ലോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് ബ്രേക്ക് എവിടെയാണോ ഫൈൻഡ് ചെയ്യുന്നത് അതുവരെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് n കേസസ് കൊടുക്കാം. കേസസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ കേസിന്റെ എൻഡിൽ കോളൻ വേണം. ഈ വാല്യൂസ് എന്ന് പറഞ്ഞത് ഇൻഡിജർ വാല്യൂസ് ആയിരിക്കണം, പിന്നെ യുണീക്ക് ആയിരിക്കണം, അതായത് റിപ്പീറ്റ് ചെയ്യുന്ന കേസസ് വരാൻ പാടില്ല. ഇനി ഇവിടെ ബ്രേക്ക് ഓപ്ഷണലാന്ന് പറഞ്ഞു, അതുപോലെ ഈ ബ്ലോക്കും ഓപ്ഷണലാണ്. അതായത് നിങ്ങൾക്ക് കേസ് 1 കഴിഞ്ഞിട്ട് ഒന്നും എഴുതാണ്ട് കേസ് 2 എഴുതാം. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പ്രഷന്റെ വാല്യൂ മാച്ച് ചെയ്യണ കേസ് 1 കിട്ടിയാൽ അതിന്റെ താഴേക്കുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിന് താഴെ കുറേ കേസ് നമ്മളിങ്ങനെ നിരത്തി എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അതിന് താഴെ എവിടെയാണോ ഒരു എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ് കാണുന്നത് അതിനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ 2 കേസിന്റെ ഇടയ്ക്ക് സ്റ്റേറ്റ്മെന്റ്സ് എഴുതിയില്ല എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു 2 കേസിന് ഇടയ്ക്ക് വരുന്ന ഈ ഹോൾ സ്റ്റേറ്റ്മെന്റ്സ്, ബ്ലോക്കും സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കും ബ്രേക്കും ഇതെല്ലാം ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരു എക്സ്പ്രഷന്റെ വാല്യൂ 1 ആകുമ്പോഴും 2 ആകുമ്പോഴും 3 ആകുമ്പോഴും ചെയ്യേണ്ടത് ഒരേ കാര്യമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കേസ് 1 കോളൻ, അതിന് താഴെ കേസ് 2 കോളൻ, അതിന്റെ താഴെ കേസ് 3 കോളൻ എന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എഴുതാം. അപ്പം അങ്ങനെയാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യാം. അപ്പോൾ അതിന്റെ നമ്മളൊരു ഫ്ലോ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പ്രഷൻ കൊടുക്കും, അതിന് എക്സ്പ്രഷന്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് മൾട്ടിപ്പിൾ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാത്ത്സ് ഉണ്ടാവും. ഇതാണ് നമ്മൾ ഓരോ പാത്ത് ഞാൻ വരച്ചതാണ്. അതിൽ ഏത് പാത്ത് എന്നുള്ളത് തീരുമാനിക്കുന്നത് എക്സ്പ്രഷന്റെ വാല്യൂ അനുസരിച്ചാണ്. എക്സ്പ്രഷന്റെ വാല്യൂ 1 ആണെങ്കിൽ ഒരു പാത്ത്, 2 ആണെങ്കിൽ വേറെ പാത്ത്, 3 ആണെങ്കിൽ വേറെ പാത്ത്, ഇങ്ങനെ കുറേ പാത്ത് ഉണ്ടാവും. ഒന്നും മാച്ച് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാത്ത് ഉണ്ടാവും. ഇങ്ങനെ എക്സ്പ്രഷന്റെ വാല്യൂ ഈക്വൽ ടു നമ്മുടെ കേസിന്റെ കൂടെ വരുന്ന വാല്യൂ ആണെങ്കിൽ ഓരോ വാല്യൂവിനും ഓരോ പാത്താണ്. ഇനി ഇവിടെ എഴുതിയ പോലെ തന്നെ കേസ് വാല്യൂ 1 ഈക്വൽ ടു എക്സ്പ്രഷന്റെ വാല്യൂ ആണെങ്കിൽ ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. ഇനി എക്സ്പ്രഷന്റെ വാല്യൂ ഈക്വൽ ടു വാല്യൂ 2 ആണെങ്കിൽ ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും. ഏത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും അവസാനം നമ്മൾ വരിക സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ പുറത്തുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിലേക്കായിരിക്കും. ഇങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഓരോ ബ്ലോക്കിന് ശേഷവും നമ്മൾ ബ്രേക്കിനെ വിളിച്ചിട്ടുണ്ടാവണം. അതായത് ഈ സിൻടാക്സ് അനുസരിച്ച് ഇങ്ങനെയാണ് നമ്മൾ എഴുതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും അത് വർക്ക് ചെയ്യാം. അപ്പം ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ഗ്രേഡിന്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ പെർസെൻറ്റേജ് ഒന്നും വെച്ചിട്ടല്ല, മാർക്ക് വെച്ചിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് പറയാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ. മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണെങ്കിൽ ഗ്രേഡ് എ ആണ്. ദെൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആൻഡ് ലെസ് ദാൻ 90, അതായത് ബിറ്റ്വീൻ 80 ആൻഡ് 89 ആണെന്നുണ്ടെങ്കിൽ ഗ്രേഡ് എസ് ബി. ദെൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 ആൻഡ് ലെസ് ദാൻ 80, അതായത് 70 മുതൽ 79 വരെ വരുന്ന മാർക്കുകൾ ഗ്രേഡ് സി. ദെൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആൻഡ് ലെസ് ദാൻ 70, അതായത് 60 മുതൽ 69 വരെയുള്ള മാർക്കുകൾ ഡി. ദെൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആൻഡ് ലെസ് ദാൻ 60, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് 40ക്കും 59 വരുന്ന ഇടയ്ക്കുള്ള മാർക്കുകൾ ഗ്രേഡ് ഇ. ദെൻ ലെസ് ദാൻ 40 ആണെങ്കിൽ ഗ്രേഡ് എഫ്, അതായത് 0 മുതൽ 39 വരെ വരുന്ന മാർക്കുകൾ ഗ്രേഡ് എഫ്. ഇത് നമ്മൾ ഇഫ് വെച്ചിട്ടായിരുന്നു എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു എഴുതാൻ. നമ്മളെങ്ങനെയാണ് പറയുക, ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 അങ്ങനെയാണെങ്കിൽ ഗ്രേഡ് എ എന്ന് പറയും. ഇനി എൽസ് ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80, ആ രീതിയിലായിരുന്നു നമ്മൾ ഇഫ് വെച്ചിട്ടാണെങ്കിൽ പറയാം. അപ്പോൾ ഇഫിന്റെ കൂടെ നമുക്ക് റിലേഷണൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ
ലോജിക്കൽ എക്സ്പ്രഷനൊക്കെ ആയിരുന്നു നമ്മൾ എഴുതുക. അതുകൊണ്ട് നമുക്കത് ഇങ്ങനെ എഴുതാം. ഇനി ഇതിന് സ്വിച്ച് വെച്ചിട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് റിലേഷണൽ എക്സ്പ്രഷൻ ഒന്നും എഴുതാൻ പറ്റില്ല. നമുക്കൊരു ഇൻറ്റിജർ വാല്യൂ വരുന്ന ഒരു എക്സ്പ്രഷനാണ് നമ്മൾ എഴുതുക. എന്നാലേ നമുക്ക് കേസ് വാല്യൂസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഇതിന് നമുക്കൊരു ഇൻറ്റിജർ ആയിട്ട്, ഇതാണ് നമ്മുടെ റേഞ്ച്, 90 to 100 ആണെങ്കിൽ A, 80 to 89 B. അപ്പോൾ ഈ ഒരു റേഞ്ചിന് നമുക്കൊരു ഇൻറ്റിജർ വാല്യൂ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കേസ് വാല്യൂസ് എഴുതാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് 90 മുതൽ 100 വരെയുള്ള മാർക്കാണെങ്കിൽ നമുക്ക് ഗ്രേഡ് എ എന്ന് പറയണം. 80 മുതൽ 89 വരെയാണെങ്കിൽ ഗ്രേഡ് ബി എന്ന് പറയണം. അപ്പോൾ ഗ്രേഡ് എന്താന്ന് പറഞ്ഞതാണ് നമ്മൾ ഓരോ കേസിന്റെയും താഴെ എഴുതുന്ന ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ബ്ലോക്ക് 1, ബ്ലോക്ക് 2 എന്നൊക്കെ പറയുന്നത് ഓരോ ഗ്രേഡ് ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ കേസ് ആക്കി എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90 മുതൽ 100 വരെയുള്ള മാർക്കിനെ എല്ലാം കൂടെ ഒരു ഇൻറ്റിജർ ആക്കണം. 80 മുതൽ 89 വരെയുള്ളതിന് ഒരു ഇൻറ്റിജർ, 70 to 79 വേറെ ഇൻറ്റിജർ. അങ്ങനെയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാർക്കിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന് ഒരു വേരിയബിൾ നെയിം എടുക്കുകയാണ്. ഇതിപ്പോൾ ഐ എന്നൊരു വേരിയബിൾ നെയിം വെറുതെ എടുത്തു. ഒരു ഇൻഡെക്സ് മാർക്ക് എന്നുള്ള പോലെ മാർക്ക് ബൈ 10. മാർക്ക് ബൈ 10 ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ മാർക്ക് 90 ആണെന്നുണ്ടെങ്കിൽ മാർക്ക് ബൈ 10 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക എന്താണ്? 9 ആണ്. 100 ആണെങ്കിൽ മാർക്ക് ബൈ 10 ചെയ്യുന്ന സമയത്ത് 10 ആണ് കിട്ടുക. ഇനി 95 ആയിരുന്നു വിചാരിക്കുക. 95 ആണെങ്കിൽ നമുക്ക് കിട്ടുക 9 തന്നെയായിരിക്കും, പ്രൊവൈഡഡ് മാർക്ക് ഇസ് ആൻ ഇൻറ്റിജർ. അപ്പോൾ ഇൻറ്റിജർ മാർക്കാണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻറ്റിജർ മാർക്കായിട്ട് വേണം നിങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ. ഇല്ലെങ്കിൽ അതിന് ഇൻറ്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഡിവൈഡ് ചെയ്യാം. അപ്പോൾ മാർക്കിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 അല്ലെങ്കിൽ 10 ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? 90യുടെയും 100ന്റെയും ഇടയ്ക്കാണ് നമ്മുടെ മാർക്ക്. ഇനി അതുകൊണ്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 8 ആണ് കിട്ടുന്നത്. അതായത് 9 ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90 മുതൽ 99 വരെയുള്ള മാർക്കാണ്. 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ആണ് മാർക്ക്. ഇനി 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80ക്കും 89നും ഇടയ്ക്കുള്ള ഏത് മാർക്കിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 8 ആണ് കിട്ടുക. ഇവിടെ 7 ആണ് കിട്ടുക. ഇവിടെ 6 കിട്ടും. ഇവിടെ 40 മുതൽ 49 വരെയുള്ളതിന് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. 50 മുതൽ 59 വരെയുള്ളതിന് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. ഇനി ഇവിടെ നോക്കുക, 0 മുതൽ 9 വരെയുള്ളതിന് ഡിവൈഡ് ചെയ്താൽ 0 കിട്ടും. 10 മുതൽ 19 വരെയുള്ളതിന് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. 2, 3 ഇത്രയും ഓപ്ഷൻസ് ആണ് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ഇപ്പൊ നമുക്ക് ഈ റേഞ്ച് ഓഫ് മാർക്കിനെ ഇൻറ്റിജർ വാല്യൂസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സിംഗിൾ ഇൻറ്റിജർ വാല്യൂ ആയിട്ട് ആ റേഞ്ചിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ മാർക്കിനെ 10 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ ലോജിക്ക് വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്രോഗ്രാമിൽ മാർക്ക് റീഡ് ചെയ്യലും ഡിക്ലെയർ ചെയ്യലും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് അസ്യൂം ചെയ്യാണ്. എന്നിട്ട് ആദ്യം തന്നെ ചെയ്യുക, ഇൻഡെക്സ് മാർക്ക് ഐ ഈസ് ഈക്വൽ ടു മാർക്ക് ബൈ 10 ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഇൻഡെക്സ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? സ്വിച്ചിനകത്ത് നമുക്ക് ഇൻഡെക്സ് എഴുതുക, സ്വിച്ച് ഐ. അപ്പോൾ ഈ ഐയുടെ വാല്യൂ എന്താണെന്നനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ കേസുമായിട്ട് മാച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം എഴുതുക, കേസ് 10 ആണെങ്കിലും കേസ് 9 ആണെങ്കിലും എന്താണ് വേണ്ടത്? ഗ്രേഡ് ഇസ് ഈക്വൽ ടു എ, ബ്രേക്ക്. ഇനി കേസ് 8 ആണെങ്കിൽ ഗ്രേഡ് ഈക്വൽ ടു ബി, ബ്രേക്ക്. ഇങ്ങനെ എല്ലാ കേസും എഴുതണം. ഡോട്ട് എഴുതി നിങ്ങൾ എല്ലാ കേസും എഴുതുക. അങ്ങനെ എവിടെ വരെ എഴുതണം? കേസ് 4 വരെ ഇങ്ങനെ എഴുതി. അതായത് കേസ് 5 ആണെങ്കിലും കേസ് 4 ആണെങ്കിലും എന്താണ്? ഗ്രേഡ് ഈക്വൽ ടു ഇ. ഇങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ ഗ്രേഡ് എന്ന് പറഞ്ഞ വേരിയബിൾ ക്യാരക്ടർ ആയിട്ട് ആദ്യം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവണം. ബ്രേക്ക്. ഇനി ബാക്കിയുള്ളത് 0, 1, 2, 3 ഇതിൽ ഏത് വന്നാലും ഗ്രേഡ് എഫ് ആണ്. അപ്പോൾ എന്തെഴുതാം? നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് 3, കേസ് 2, കേസ് 1, കേസ് 0 അങ്ങനെ 4 കേസായിട്ട് എഴുതാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഡീഫോൾട്ട് എന്ന് എഴുതിയാൽ മതി. ഡീഫോൾട്ട് ആണെങ്കിൽ ഗ്രേഡ് ഈക്വൽ ടു എഫ്. സ്വിച്ചിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഞാൻ എഴുതുമ്പോൾ അസ്യൂം ചെയ്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 100നും 0ക്കും ഇടയ്ക്കുള്ള ഒരു മാർക്ക് എൻ്റർ ചെയ്യുന്നു. ഇനിയിപ്പോൾ അങ്ങനെ അസ്യൂം ചെയ്തിട്ടല്ല ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 0 മുതൽ 3 വരെയുള്ള ആ കേസസും കൂടെ ഇവിടെ എഴുതിയിട്ട് ഗ്രേഡ് എഫ് എന്ന് എഴുതുക. എന്നിട്ട് ഡീഫോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 എബവ് വരുന്ന ഒരു മാർക്കാണ്, അല്ലെങ്കിൽ 0ക്ക് താഴെ വരുന്ന ഒരു മാർക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇൻവാലിഡ് മാർക്ക് എന്തെങ്കിലും പ്രിന്റ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പം നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് 0ക്കും 100നും ഇടയ്ക്കുള്ള ഒരു മാർക്കാണ് എൻ്റർ ചെയ്യാന്നാണ്. അപ്പോൾ ചെയ്ത ഏതാണ്? മാർക്ക് റീഡ് ചെയ്യുക. വേരിയബിൾസ് ഒക്കെ ആദ്യം നമുക്ക് മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇൻറ്റിജർ വേരിയബിൾ വേണം, ഐ എന്ന് പറഞ്ഞ ഇൻറ്റിജർ വേരിയബിൾ വേണം, ദെൻ ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടർ വേരിയബിളും വേണം. മാർക്ക് റീഡ് ചെയ്യുക,
ഐ കാൽക്കുലേറ്റ് ചെയ്യുക. ഐ is equal to മാർക്ക് ബൈ 10 എന്ന് പറഞ്ഞിട്ട് ഐ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം സ്വിച്ചിൻ്റെ ബ്രാക്കറ്റിൽ ഐ കൊടുക്കുക. എന്നിട്ട് ഐൻ്റെ വാല്യൂ 10 9 ആണെങ്കിൽ ഗ്രേഡ് എ, ഇനി 8 ആണെങ്കിൽ ഗ്രേഡ് ബി. അങ്ങനെ എല്ലാ കേസും എഴുതുക. ഇനി സ്വിച്ചിൻ്റെ പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യണം? അതിന് താഴെ പ്രിന്റ് ചെയ്യുക. പ്രിന്റ് എഫ് ഗ്രേഡ് ഈക്വൽ ടു %C എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രേഡ് പ്രിന്റ് ചെയ്യുക. പ്രിന്റ് എഫ് ഇങ്ങനെ ആയിരിക്കും എഴുതുക. പ്രിന്റ് എഫിനകത്ത് ഗ്രേഡ് ഈക്വൽ ടു %C എന്ന് പറഞ്ഞിട്ട് പുറത്ത് ഗ്രേഡ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ വാല്യൂ ആണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് പ്രിന്റ് എഫിനകത്ത് വരിക.